നോക്കൂ, ഇപ്പോൾ ഒരു ജനപ്രതിനിധിയായിരുന്ന വ്യക്തി, രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നയാളുടെ കൊച്ചുമകൻ, സംസ്ഥാന മന്ത്രിയുടെ മകൻ, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആളുടെ അനന്തരവൻ, അങ്ങനെ ഒരു മനുഷ്യൻ കഴിഞ്ഞ 5-6 വർഷമായി വീട്ടുവേലക്കാരിയെ മുതൽ സർക്കാർ ഉദ്യോഗസ്ഥരെ വരെ ഇങ്ങനെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, അവരുടെ ചിത്രങ്ങൾ പകർത്തി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് അങ്ങേയറ്റം നികൃഷ്ടമായ ഒരു കാര്യമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. അദ്ദേഹം ഹാസൻ മണ്ഡലത്തിൽ മത്സരിച്ചു. ആ മണ്ഡലത്തിൽ ഈ പറയുന്ന ആ, ആ, വിഷയം വളരെ കാര്യമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം കോർട്ട് ഓർഡർ ഉണ്ടായിരുന്നുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് ഇത് പിന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ കഴിയാതെ പോയത്, ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയത്. എന്നാൽ ആ മണ്ഡലത്തിൽ വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഈ ദൃശ്യങ്ങളെല്ലാം പിന്നെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് സർവ്വകാല റെക്കോർഡാണ്. ഏതാണ്ട് 78% ഹാസനിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ കൂടുതലായി വോട്ട് ചെയ്തിരിക്കുന്നത് സ്ത്രീകളാണ്. സ്വാഭാവികമായും ഈ വിഷയം വളരെ സജീവമായി ആ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് നമ്മൾ ഈ പറയുന്ന ജൂൺ 4 വരെ കാത്തിരിക്കണം. അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഏപ്രിൽ 26 രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ആ 14 സീറ്റുകളെന്ന് പറയുന്നത് ഈ പറയുന്ന തെക്കൻ കർണാടകയിലായിരുന്നു. മൈസൂരു റീജിയൻ എന്ന് നമ്മൾ പറയുന്ന ആ മേഖലയിലാണ്. അവിടെയാണ് 3 സീറ്റുകളിൽ JDS NDAയുടെ ഘടകകക്ഷിയായിട്ട് മത്സരിച്ചിട്ടുള്ളത്. ഹാസനിലും മാണ്ഡ്യയിലും കോലാറിലും. മാണ്ഡ്യയിൽ മത്സരിച്ചത് കുമാരസ്വാമി തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ JDSന് സ്വാഭാവികമായിട്ടും വലിയ ശക്തിയുള്ളൊരു മേഖലയായിട്ടാണ് നമ്മൾ ഈ മൈസൂരു റീജിയനെ കാണുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 14% വോട്ട് JDS അവിടെ പിന്നെ ആർജിച്ചിട്ടുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് BJP അവിടെ JDSുമായി ഒരു സഖ്യവും ഉണ്ടാക്കിയിരിക്കുന്നത്. BJPയും JDSും കഴിഞ്ഞ 2-3 തിരഞ്ഞെടുപ്പുകൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കർണാടകത്തിൽ വളർച്ച കാണിക്കാത്ത 2 പാർട്ടികളായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം 2019 50%-ലേറെ വോട്ട് നേടിക്കൊണ്ടാണ് 28 സീറ്റുകളിൽ 26 സീറ്റുകളും BJP അവിടെ കൈക്കലാക്കിയത്. എന്നാൽ 2023 അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 36-ലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. അതേസമയം കോൺഗ്രസ് അവിടെ വളരെ ശക്തമായൊരു മുന്നേറ്റം നടത്തുകയും വോട്ടിംഗ് ശതമാനം ഉയർത്തുകയും ഏതാണ്ട് 3-2 ഭൂരിപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് തന്നെ നേടുകയും ചെയ്തിട്ടുള്ള സംസ്ഥാനമാണ് കർണാടകം. കർണാടകത്തിൽ 2019 തൂത്തുവാരിയുള്ള വിജയം ആവർത്തിക്കാൻ കഴിയില്ല എന്ന് BJPക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് JDS പോലൊരു പ്രാദേശിക പാർട്ടിയുമായി അവർ സഖ്യമുണ്ടാക്കിയത്. ആ സഖ്യത്തിലൂടെ അവർക്ക് പരമാവധി സീറ്റുകൾ അവിടെ നേടുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ഈ പറയുന്ന ഹാസൻ കേന്ദ്രീകരിച്ച് ഈ പ്രജ്വൽ രേവണ്ണയുമായി കേന്ദ്രീകരിച്ച്, പ്രജ്വൽ രേവണ്ണ മാത്രമല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള HD രേവണ്ണയ്ക്കെതിരെയും വലിയ പരാതികളുണ്ട്. അദ്ദേഹം അവിടെ സംസ്ഥാന മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ വീട്ടുവേലക്കാർ തന്നെയാണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഈ രേവണ്ണ കുടുംബം വലിയൊരു അപവാദം ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ സൃഷ്ടിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. സ്വാഭാവികമായിട്ടും JDSനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാവുന്ന നഷ്ടത്തേക്കാൾ വലുതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഹാസനിൽ പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ സെക്സ് സ്കാൻഡലിനെ കുറിച്ച് വളരെ കൃത്യമായ ധാരണയും അറിവും വളരെ നേരത്തെ തന്നെ BJPയുടെ നേതൃത്വത്തിനുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള രേഖകളെല്ലാം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അല്ലേ. ദേവരാജ ഗൗഡ എന്ന് പറയുന്ന BJPയുടെ നേതാവ് ഡിസംബർ 8 സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള BY വിജയേന്ദ്രയ്ക്ക്, അദ്ദേഹം യെദ്യൂരപ്പയുടെ മകനാണ്, വിജയേന്ദ്രയ്ക്ക് ഒരു കത്തയക്കുന്നു. ഇത്തരത്തിലൊരു സെക്സ് സ്കാൻഡൽ രൂപപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയുള്ളൊരു പാർട്ടിയുമായിട്ട് നമ്മൾ സഖ്യമുണ്ടാക്കിയാൽ നമുക്ക് സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ തലത്തിലും വലിയ തിരിച്ചടിയാകും എന്നാണ് ഈ ദേവരാജ ഗൗഡ സംസ്ഥാന നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയത്. അത് ഡിസംബർ 8 ആയിരുന്നുവെങ്കിൽ ഡിസംബർ 21 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും SD ദേവഗൗഡയുമായി കൂടിക്കാഴ്ച നടത്തുന്നതും അത് സംബന്ധിച്ചുള്ള ചിത്രങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നതും. അപ്പോൾ ഈ വിജയേന്ദ്ര എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷൻ ഈ പറയുന്ന പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ വലിയൊരു സെക്സ് സ്കാൻഡൽ മറച്ചുവെച്ചു എന്ന് മാത്രമല്ല, ഇതൊന്നും അറിയാതെ പ്രധാനമന്ത്രി വന്ന് ദേവഗൗഡയുമായി സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 25-3 എന്നൊരു സഖ്യധാരണ NDA എന്ന് പറയുന്നൊരു മുന്നണിയായിട്ട് അത് മത്സരത്തിലേക്ക് പോവുകയും ചെയ്തു. ഇനിയിപ്പം അതിനുശേഷം ഏപ്രിൽ 14 നരേന്ദ്രമോദി ഈ പറയുന്ന HD കുമാരസ്വാമിയെയും അതേപോലെ തന്നെ പ്രജ്വൽ രേവണ്ണയും ഇരുത്തിക്കൊണ്ട് വലിയൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇവർക്ക് വേണ്ടി വോട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അത് ഏപ്രിൽ 14 നടക്കുന്നത്. അതായത് ഏപ്രിൽ 26 ഒന്നാം ഘട്ട വോട്ടെടുപ്പിലേക്ക് പോകുന്ന മണ്ഡലങ്ങളിലേക്കുള്ള പ്രചാരണത്തിനായി എത്തുന്ന മോഡി ഇവരെ രണ്ടുപേരെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവർക്ക് വോട്ട് ചെയ്യൂ, ഇത് മോദി പരിവാറാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ആ അർത്ഥത്തിലൊക്കെ BJP ഇത് അറിഞ്ഞ്
വെച്ചതിന് ശേഷവും ഇത്തരത്തിലൊരു പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് കർണാടകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു പ്രശ്നമായിരിക്കില്ല ഇത്. അവിടെയാണ് അതിൻ്റെ ഒരു പ്രതിസന്ധി. ഇതൊരു പെർസെപ്ഷൻ രൂപപ്പെടുത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ വടക്കൻ മേഖലയിലാണ് ഇനിയിപ്പം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്, കർണാടകയിലെ 14 സീറ്റുകൾ. അത് ലിംഗായത്തിന് സ്വാധീനമുള്ളൊരു മേഖലയാണ്. അവിടെ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ഒരു ശക്തിയുണ്ട്, ബി ജെ പിയോടൊപ്പം തന്നെ കോൺഗ്രസിനും അവിടെ ശക്തിയുണ്ട്. അവിടെ JDS ഒരു പ്രധാനപ്പെട്ട ഫാക്ടറല്ല. എങ്കിൽ കൂടിയും ഈ പറയുന്ന ഈ സെക്സ് സ്കാൻഡൽ എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തിന് മാത്രമല്ല, ഈ സംസ്ഥാനത്തിൻ്റെ പ്രതിച്ഛായ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് അത് മാറിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ അവിടെ ഒരു MP ആയിരുന്നയാളാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഈ പറയുന്ന വീട്ടുവേലക്കാരി മുതൽ തുടങ്ങി സർക്കാർ ഉദ്യോഗസ്ഥകളെ വരെ പീഡിപ്പിക്കുകയും ഏതാണ്ട് 200-ഓളം സ്ത്രീകളെയാണ് അത്തരത്തിൽ അദ്ദേഹം പീഡിപ്പിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. 1976 ക്ലിപ്പുകളാണല്ലോ അദ്ദേഹത്തിൻ്റെ വിവിധ പെൻഡ്രൈവുകളിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതൊരു 4-5 വർഷമായി തുടരുന്നൊരു കാര്യമാണെന്നും അതിൻ്റെ മേളിൽ ഈ പറയുന്ന പലതരത്തിലുള്ള ലീക്കേജുകൾ ഇക്കാര്യത്തിൽ മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചില പ്രവൃത്തികളിലാണ് ഇദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെ ഒട്ടും തന്നെ ഗൗരവമായിട്ട് JDS എടുത്തിട്ടില്ല. അതിനെ ഒട്ടും തന്നെ ഗൗരവത്തോടുകൂടി ആ മുന്നണി രൂപപ്പെടുത്താൻ തീരുമാനിക്കുമ്പോൾ BJP എടുത്തിട്ടില്ല. അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു SITയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിദ്ധരാമയ്യ. അക്കാര്യത്തിൽ കോൺഗ്രസും ചില ആരോപണങ്ങൾ നേരിടുന്നുണ്ട്. കാരണം വെച്ചാൽ ഇതൊക്കെ നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നതായിരുന്നു എന്നും, എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചില വീഴ്ചകൾ, ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതിനകത്ത് അല്ലെങ്കിൽ അതിനെ ഗൗരവത്തോടുകൂടി സമീപിക്കുന്നതിനകത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ വന്നിട്ടുള്ള ആരോപണം കോൺഗ്രസ് നേരിടുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് കർണാടകത്തിലെ തെരഞ്ഞെടുപ്പിലെ ഇതൊരു ഘടകമായി വേണമെങ്കിൽ പ്രവർത്തിക്കാമെന്നതിനപ്പുറം ദേശീയ തലത്തിൽ തന്നെ ഒരു പെർസെപ്ഷൻ രൂപപ്പെടും. എന്തുകൊണ്ടാണ് ഇപ്പോൾ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ പോലെ ഒരാളെ ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ഇതുവരെ ഒരു നടപടിയും എടുക്കാത്ത BJP ബിൽക്കിസ് ബാനുവിൻ്റെ കേസ് പോലും ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ആളുകൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിൽക്കിസ് ബാനുവിൻ്റെ കേസിൽ എന്താ സംഭവിച്ചത്? അവിടെ ഗുജറാത്ത് കോടതി ഇവരെയൊക്കെ അങ്ങ് കുറ്റവിമുക്തരാക്കി അങ്ങ് വിടുകയാണ്. ബലാത്സംഗം ചെയ്ത ആളുകളൊക്കെ പിന്നെ സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് അവരെ വീണ്ടും ജയിലിൽ അടയ്ക്കുന്നത്. ആ അർത്ഥത്തിൽ ബിൽക്കിസ് ബാനു കേസ്, റാം റഹീമിൻ്റെ കേസ്, ഇപ്പോൾ ഈ പറയുന്ന പ്രജ്വൽ രേവണ്ണയുടെ കേസ്, ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിൻ്റെ കേസ്, ഇതെല്ലാം തന്നെ സ്ത്രീകളോടുള്ള BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സമീപനം ഇത്തരത്തിലുള്ളതാണോ എന്നൊരു ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ചോദ്യം ദേശീയ തലത്തിൽ ഉപയോഗിക്കുന്നതിൽ കോൺഗ്രസ് എത്രത്തോളം വൈദഗ്ധ്യം കാണിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. കോൺഗ്രസിന് ഇത് വലിയൊരു രാഷ്ട്രീയ വിഷയമായി ഇപ്പോഴും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ആ രീതിയിൽ അവർക്കത് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതൊരു പെർസെപ്ഷൻ രൂപപ്പെടുത്തും. അത് ഗ്രാമീണ വോട്ടർമാരെ സ്വാധീനിച്ചില്ലെങ്കിലും അർബൻ വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളൊരു ഘടകമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ എല്ലാ അർബൻ സെൻറ്റേഴ്സിനും ഇത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ ആ ചർച്ച ചില ആശങ്കകൾ, ചില സംശയങ്ങൾ വോട്ടർമാർക്കിടയിൽ രൂപപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് കർണാടകത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. അത് ദേശീയ തലത്തിൽ തന്നെ ഇത്തരത്തിൽ അപവാദത്തിൽ ഒരു സെക്സ് സ്കാൻഡലിൽ പെട്ടിട്ടുള്ളൊരു പാർട്ടിയുമായി അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ സഖ്യമുണ്ടാക്കിയ പാർട്ടി എന്നുള്ളതിലേക്ക് BJPക്ക് ഒരു പ്രതിച്ഛായ പ്രശ്നം ഉണ്ടാക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Meet the editors.